ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. സോ ഉത്രാട ദിനത്തിൻ്റെ മുന്നേത്തെ ദിവസമുള്ള ചില ക്ലിപ്സും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈലാഞ്ചി ഇടുന്നതും അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങളിലൊക്കെ നാട്ടിലെത്തുന്ന വരെയുള്ള ക്ലിപ്സ് ഉണ്ട് അതിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓണപ്പരിപാടി തുടങ്ങുന്നത്. സോ ഈ വ്ളോഗിൽ ബേസിക്കലി നമ്മൾ ഉത്രാട ദിനം എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നായിരിക്കും ഉള്ളത്. എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന മണിപ്പാലിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കും. ഉത്രാട ദിനം നമ്മൾ നാട്ടിലാണ് ആഘോഷിക്കുന്നത്. അപ്പം മണിപ്പാലിൽ നിന്ന് നമ്മൾ നാട്ടിലോട്ട് പോവാണ് ഈ പരിപാടിക്ക് വേണ്ടി. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ഐ സ്റ്റഡി ഇൻ MIT മണിപ്പാൽ. സോ ഇവിടെ നമ്മൾ സെറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നാട്ടിലോട്ട് പോവാണ് പരിപാടിക്ക് വേണ്ടിയിട്ട്. ഈ പരിപാടിയിൽ ബേസിക്കലി നമ്മൾ ഫാമിലി ടൈം, അവരുടെ ഒപ്പം എങ്ങനെ ഈ ഉത്രാട ദിനം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ കുറേ നല്ല മൊമെൻറ്റ്സും എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു നല്ല വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ എൻ്റെ വരെ കാണാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വരെ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പോൾ അതായിരിക്കും നമ്മുടെ മൊത്തം വ്ളോഗിൽ. നമുക്ക് വ്ളോഗിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, സോ നാളെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പം എനിക്ക് ഇപ്പോൾ സാരി ഞാൻ സെറ്റാക്കി വെച്ചു, ജ്വല്ലറീസും ഞാൻ സെറ്റാക്കി വെച്ചു. പിന്നെ കാണിക്കാം നിങ്ങൾക്കും. ഇപ്പോൾ ഞാൻ തൽക്കാലം ഓൾറെഡി ലേറ്റാണ്. എനിക്ക് നാളെ 5:30 എണീറ്റ് പോകാനുള്ളതാണ്. ബട്ട് മൈലാഞ്ചി ഇല്ലാതെ എന്തോണം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുത്തു. അവസാനം എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇട്ടുണ്ട് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും. അപ്പം ഞാൻ ഇപ്പോൾ തൽക്കാലം ചെറുതായിട്ട് സൈഡിലുള്ള ബോർഡേഴ്സ് മാത്രം ഇങ്ങനെ മൈലാഞ്ചി ഇടുവാണ്. ഓക്കെ, സമയം ഇപ്പോൾ 12 മണിയായി. ആൻഡ് എൻ്റെ മൈലാഞ്ചി ചെറുതായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മതി, സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. സോ യാ, ഇനി ഞാൻ പോയി കിടക്കാൻ പോവാണ്. അപ്പോൾ ശരി, നാളെ കാണാം ബാക്കി കാര്യങ്ങൾ. നാളെ മൊത്തത്തിൽ ഒരു പൊളി ഓണം വൈബ് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ സോ ഇതാണ് ഞാൻ ഉടുക്കാൻ പോകുന്ന സാരിയും ഞാൻ ഇടാൻ പോകുന്ന എക്സസറീസും. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കാരണം നമുക്ക് കാലത്ത് തന്നെ റെഡിയായി പോകണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി മുന്നേ തന്നെ ഇതൊക്കെ സെറ്റാക്കിയായിരുന്നു. പോകാൻ വേണ്ടി നമ്മൾ ബാഗൊക്കെ റെഡിയാക്കി പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കാണ് നല്ല മഴ വന്നു. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഓണപ്പരിപാടിയുടെ ഒപ്പം നമുക്ക് എന്നൊരു പരിപാടിയും കൂടിയുണ്ട്. അത് എൻ്റെ അമ്മച്ചൻ്റെ 84 വയസ്സ് പൂർത്തിയാക്കി. അപ്പോൾ അതിനുള്ളൊരു ഫങ്ഷനാണ്. അതിന് കൊടുക്കാനുള്ള ബുക്കാണിത്. എന്തേടാ ഒരു സങ്കടം. അപ്പോൾ റോക്സിയോട് ഞാൻ ഹൈഫൈ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിക്ക് എനിക്ക് ഹൈഫൈ തരാനൊരു മടി. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ നാട്ടിൽ പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം. റോക്സിക്ക് എപ്പോഴും നമ്മളിങ്ങനെ കൂടെ ഉണ്ടാവണം, അതാണ് അവൾക്കൊരു താല്പര്യം. അങ്ങനെ മഴയൊന്നും കുറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി നാട്ടിലെത്തുന്നവരെ പാട്ടും ഉറക്കവും ഒക്കെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും എൻ്റെ. 3 hours later. കാസർഗോഡ് ആയതുകൊണ്ട് 3.5 hours നമ്മളെത്തും. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. നല്ല മഴയാണ് അവിടെ. ഹായ് അമ്മച്ചാ. ഹലോ, ഹാപ്പി ഓണം അമ്മു. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അങ്ങനെ നമ്മളെ സ്ഥലം എത്തി. ഓണപ്പൂക്കളം എല്ലാവരും കൂടെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു നമ്മളെത്തുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് ഒത്തുകൂടി ഓരോ ഓണ പ്രിപ്പറേഷൻസും അതേപോലെ തന്നെ കുറേ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും കുറേ ഫോട്ടോസ് ആവട്ടെ, ഒരു കുടുംബം ഒത്തുചേർന്ന് ഒരു ഓണ സെലിബ്രേഷൻ ചെയ്യുന്ന ആ ഒരു വൈബ്, അതൊക്കെ നമുക്കിനി ഒന്ന് ആസ്വദിക്കാം. ഫാമിലിയിലത്തെ ഏത് ഫങ്ഷൻ നടക്കുമ്പോഴും അതിലുള്ള ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് എൻ്റേത്, എൻ്റെ കസിൻസ്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ.
ആദ്യത്തേത് അമ്മച്ചിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഫോർമൽ ഫങ്ഷൻ ആയിരുന്നു. പ്രെയറോടെയാണ് പ്രോഗ്രാം തുടങ്ങിയത്. ഉത്രാട ദിനത്തിൽ സവിശേഷമായ ഇവിടെ സംഭവിച്ച് വേറെ ഒന്നുമല്ല, കൃഷ്ണദേവേട്ടൻ ലൈറ്റ് ഓൺ ആക്കാൻ പോയി, മൊത്തത്തിൽ ലൈറ്റ് ട്രിപ്പായി ഓഫായി. 1000 പൂർണ്ണ ചന്ദ്രന്മാരെ ഒരു ജീവിതത്തിൽ ദർശിക്കുക എന്നുള്ളത് അമ്മച്ചന് ആസ് എ ടോക്കൺ ഓഫ് ലവ് ആൻഡ് റെസ്പെക്റ്റ് പൊന്നാട അണിയിക്കുന്ന ചടങ്ങായിരുന്നു. അല്ലമ്മ അങ്ങനെ ഊണൊക്കെ കഴിച്ച് നമ്മൾ ഓണക്കളി തുടങ്ങി. പറിച്ചു നടക്കാം, കാറ്റും പാദസരങ്ങൾ കേൾക്കാം, കുഞ്ഞി മഞ്ചാടി കുന്നിലേറാം, മുന്നിലാ ചന്ദനക്കിണ്ണം പൊന്നമളക്കായലിൽ വീണേ, കുഞ്ഞിലും കയ്യിൽ നെല്ല് കോരി വെടുക്കാൻ മുന്നകൻ കൊയ്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂമ്പെടുക്കാൻ. താങ്ക് യു അമ്മു. താങ്ക് യു അമ്മ. അടുത്ത കുളിരും
അതിലെ ഒന്നാം സമ്മാനം അമ്മു ഉടുപ്പി, രണ്ടാം സമ്മാനം രമണി കുഞ്ഞാച്ചി. കൺഗ്രാജുലേഷൻ. ഇത് ആദ്യത്തെ ഉത്രാട ദിന കൂട്ടായ്മയാണ്. ഇനിയുള്ള സോ ഇതായിരുന്നു നമ്മുടെ മൊത്തം ഉത്രാട പരിപാടികൾ. ഉത്രാട ദിനത്തിൽ നമ്മൾ ചെയ്ത ഓണപരിപാടികളാണ്. ബിക്കോസ് ഓണ ദിവസം കുറേ പേർക്ക് കുറേ കാര്യങ്ങളുണ്ടാവും, അപ്പോൾ എല്ലാവർക്കും കൂടാൻ പറ്റില്ല. സോ ഉത്രാട ദിനത്തിൽ നമ്മളെല്ലാവരും കൂടി ഓണത്തിൻ്റെ അന്ന് നമ്മുടെ വീട്ടിൽ കുറച്ചായിട്ട് എന്തെങ്കിലും പറ്റുന്ന പോലെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഓണം വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പോൾ ഓണം വ്ളോഗ് മറക്കാതെ കാണുക. ഇത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മറക്കാതെ തന്നെ വീഡിയോസൊക്കെ കിട്ടും നോട്ടിഫിക്കേഷൻസിൽ. സോ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, ഉത്രാടത്തിന് ആശംസകൾ. സോ until next time, ta-ta.